മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. വേദം പഠിപ്പിക്കുമ്പോൾ അതേപോലെ തന്നെ ചില സംസ്കൃത ശ്ലോകങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു കവിത ആലപിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ സ്റ്റീരിയോ ടൈപ്പായിട്ട് മെക്കാനിക്കലായിട്ടാണ് ചെയ്യാറുള്ളത്. ഒരു പ്രസിദ്ധനായ ഡോക്ടർ, എൻ്റെ സുഹൃത്ത് ലണ്ടനിൽ പ്രവർത്തിക്കുന്നു. അദ്ദേഹം ഒരു പരിപാടിക്ക് തിരുവനന്തപുരത്ത് വന്നപ്പോൾ എൻ്റെ പ്രഭാഷണം കേൾക്കാനായിട്ട് വന്നിരുന്നു. ഞാൻ എൻ്റെ പ്രഭാഷണത്തിൽ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ കാവ്യപുസ്തകമല്ലോ ജീവിതം, അനഘഗ്രന്ഥമിതാരോ തന്നു, മർത്യന്റെ മുന്നിൽ തുറന്നു വെച്ചു, ജീവന്റെ വിളക്കം കൊളുത്തിവെച്ചു, ആവോളം വായിച്ചു മതിമറക്കാൻ, ആസ്വദിച്ചിടണം ഓരോ വരിയും, ആനന്ദ സന്ദേശരസമധുരം, ഇന്നോ നാളെയോ വിളക്ക് കെടുന്നു, പിന്നെയോ ശൂന്യമാം അന്ധകാരം എന്ന ജയചന്ദ്രൻ പാടിയ ആ ഉജ്ജ്വലമായ പാട്ടിൻ്റെ അർത്ഥം പദാനുപദം വിവരിച്ച് ഞാൻ തിരുവനന്തപുരം YMCA ക്ലാസ് എടുത്തപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഇത്രയും ഉജ്ജ്വലമാണ് ആ പാട്ടിൻ്റെ സന്ദേശമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചതേയില്ല. ഇപ്പോഴാണ് അതിൻ്റെ അർത്ഥവും സന്ദേശവും വ്യാപ്തിയും തത്വശാസ്ത്രവും എല്ലാം മനസ്സിലാവുന്നത് എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ നമ്മൾ ഒരു കവിത അല്ലെങ്കിൽ ഒരു മന്ത്രം അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന അതല്ലെങ്കിൽ ഒരു കഥ ഇത് കേൾക്കുമ്പോഴോ വായിക്കുമ്പോഴോ പദാനുപദം അതിൻ്റെ അർത്ഥവും കൂടി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്ന് വിചാരിക്കുക. പലപ്പോഴും നമ്മൾ ധരിക്കാറുണ്ട്, നമ്മൾ അതിൻ്റെ അർത്ഥം അറിയാൻ ശ്രമിച്ചാലും നമുക്ക് കിട്ടില്ല, ആരെങ്കിലും ഒരാൾ പറഞ്ഞു തരണം. ഇത് പ്രീഡിസ്പോസ്ഡ് മൈൻഡാണ്. നമ്മൾ ശരിക്കും ധരിച്ചു വെച്ചിരിക്കുകയാണ്, നമുക്കത് മനസ്സിലാവില്ല, ആരെങ്കിലും പറഞ്ഞു തരണം. ഈ വേദം പഠിപ്പിക്കുമ്പോൾ ആ വേദത്തിലെ ഓരോ വാക്കുകൾ ചേർന്ന വരികൾ ചേർന്ന ഒരു സൂക്തം, അതിൻ്റെ അർത്ഥം ഒരു മിനിറ്റ് നേരത്തേക്ക് തന്നെത്താനെ ഇരുന്ന് ആലോചിച്ചു നോക്കാം. ത്വമേവ മാതാ ച പിതാ ത്വം ഏവ, ത്വമേവ ബന്ധു ച സഖാ ത്വമേവ, ത്വമേവ വിദ്യാ ച ദ്രവിണം ത്വമേവ, ത്വമേവ സർവം മമ ദേവദേവ. അർത്ഥം ഒന്ന് മനസ്സിലാവുന്നുണ്ടോ നോക്കാം. കായേന വാചാ മനസാ ഇന്ദ്രിയൈഹി വാ. ആലോചിച്ചു നോക്ക്, അർത്ഥം മനസ്സിലാവുന്നുണ്ടോന്ന്. ഇങ്ങനെ നമ്മൾ തന്നെ മറ്റൊരാളുടെ ഇന്റർപ്രിട്ടേഷനും കമന്ററിയും ഇല്ലാതെ സ്വയം ഓരോ വരിയുടെയും അർത്ഥം ഏകദേശം സന്ദേശം ആയിട്ടാണെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മറ്റു പലരും പറയുന്നതിനെ ആധാരമാക്കിയിട്ട് നമ്മൾ മുമ്പോട്ട് പോവേണ്ടി വരില്ല. നമുക്ക് തന്നെത്താനെ മുമ്പോട്ട് പോകാൻ പറ്റും. നമ്മൾ എന്തിനാ മറ്റൊരാളെ ആധാരമാക്കുന്നത്? അയാൾ പറയാൻ റെഡിയാണെങ്കിൽ അതും എടുക്കാം, പുസ്തകത്തിൽ അർത്ഥം തന്നിട്ടുണ്ടെങ്കിൽ അതും എടുക്കാം. പക്ഷേ ഇന്നലെയും സീതാരാമ ഭക്തസഭ ശ്രീവരാഹം തിരുവനന്തപുരത്തെ വേദത്തിന്റെ ക്ലാസ് എടുത്തപ്പോൾ കുറേ പേര് പഠിക്കാനുണ്ടായിരുന്നു. പുതിയ ആൾക്കാരുൾപ്പെടെ ധാരാളം പേര് പഠിക്കാനുണ്ടായിരുന്നു. തന്നെത്താന് 10-25 വരി അവര് 50 മിനിറ്റ് കൊണ്ട്
10-25 പേജുകള് 50 മിനിറ്റ് കൊണ്ട് അവര് വായിക്കുകയും ചെയ്തു, നല്ല സ്വരത്തോടുകൂടി, വളരെ എളുപ്പത്തില്. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിന്റെ അർത്ഥവും കൂടി വേണം. തന്നെത്താനെ പറ്റുമോ നോക്കൂ. സർവ മംഗള മംഗല്യേ ശിവേ സർവാർത്ഥ സാധകേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ. വെറുതെ വാക്കുകൾ ഓരോന്നായിട്ട് ചേർത്ത് ഏകദേശ അർത്ഥം. രണ്ടാമത്തെ പ്രാവശ്യം വായിക്കുമ്പോൾ കുറച്ചും കൂടി അർത്ഥം കിട്ടും, മൂന്നാമത്തെ പ്രാവശ്യം വായിക്കുമ്പോൾ കുറെ കൂടി അർത്ഥം കിട്ടും. അപ്പൊ നമ്മൾ അർത്ഥം ആരെങ്കിലും പറഞ്ഞു തരാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെടുക്കാം. അർത്ഥം പറഞ്ഞു തരാനില്ല എങ്കിൽ നമ്മൾ തന്നെ അതിൻ്റെ അർത്ഥം ഒന്ന് അറിഞ്ഞു ചൊല്ലാൻ ശ്രമിച്ചു നോക്കാം. ഇതേപോലെ ഒരു കഥ കേൾക്കുമ്പോൾ ആ കഥയിൽ നിന്ന് 3 കാര്യങ്ങൾ എടുക്കണം എന്നുള്ളത് മറക്കരുത്. പലപ്പോഴും നമ്മൾ ആ കഥ മാത്രം എടുത്തിട്ട് അവസാനിപ്പിക്കുകയാണ്. ആ കഥയ്ക്ക് മൊത്തത്തിൽ തരാനുള്ള ഒരു സന്ദേശമുണ്ട്. ഒരു കഥയിൽ നിന്ന് സാധാരണഗതിയിൽ നന്മ ചെയ്ത സംഭവം, തിന്മ ചെയ്ത സംഭവം, തിന്മയും നന്മയും തമ്മിലുള്ള വിവരണം നമുക്ക് തരലാണ് കഥയുടെ ലക്ഷ്യം. നന്മ ചെയ്തവൻ എന്ത് സംഭവിക്കും എന്ന് കഥയിലൂടെ പറയാം, തിന്മ ചെയ്തവൻ എന്ത് സംഭവിക്കും എന്നുള്ളത് കഥയിലൂടെ പറയാം. ഇത് ഒരു ഉദ്ദേശമേ ആയുള്ളൂ. ഇനി രണ്ടാമത്തെ ഉദ്ദേശം എന്താ? ആ കഥയിലെ കഥാപാത്രങ്ങളുടെ പെരുമാറ്റം, അത് വലിയൊരു സന്ദേശമാണ്. കഥയുടെ സന്ദേശം ഒന്ന്, കഥയിലെ ക്യാരക്ടേഴ്സ് ഉണ്ട്, പ്ലെയേഴ്സ് ഉണ്ട്, കഥാപാത്രങ്ങൾ, അവരുടെ പേഴ്സണാലിറ്റി അനാലിസിസ്, അവരുടെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള വിശകലനം. ഇനി ഇതുകൂടാതെ മൂന്നാമത്തെ ഒരു കാര്യം കൂടി ആ കഥയിൽ നിന്നെടുക്കാനുണ്ട്. കഥാപാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കുന്ന കമ്മ്യൂണിക്കേഷൻ, അതിനകത്തുള്ള സന്ദേശമുണ്ട്. കഥയുടെ സന്ദേശം, കഥാപാത്രങ്ങളുടെ പെരുമാറ്റം, ബിഹേവിയർ, അവര് തമ്മിൽ പറയുന്ന വരികളിൽ നിന്ന് നമ്മൾ എടുക്കേണ്ട കാര്യങ്ങൾ എല്ലാം വേറെ വേറെയാ. നമ്മുടെ യഥാർത്ഥത്തിൽ പറയുമ്പോൾ സാമ്പാർ എന്ന ഒരു ഭക്ഷണ പദാർത്ഥത്തെ കുറിച്ച് വിവരിക്കുന്നു വിചാരിക്കാം. സാമ്പാറിന്റെ ടേസ്റ്റ് അതൊരു വശം, സാമ്പാറിന്റെ ന്യൂട്രീഷണൽ വാല്യൂ അത് വേറൊരു വശം, ആ സാമ്പാർ ഉണ്ടാക്കിയ വ്യക്തിയുടെ വ്യക്തിത്വം. എല്ലാവരും സാമ്പാർ ഉണ്ടാക്കിയ ഒരേപോലെ ആവില്ല, അപ്പൊ അയാളുടെ സ്വാധീനമുണ്ട്. അപ്പൊ അതുണ്ടാക്കിയ ആളുടെ, അതുണ്ടാക്കിയ രീതി, അതിൻ്റെ കോമ്പോണന്റ്, അതിൻ്റെ മൊത്തം ടേസ്റ്റ്, ഇങ്ങനെ 3 കാര്യമാണ് ആ ഒറ്റ പോയിന്റിൽ നിന്ന് നമ്മൾ പഠിക്കാനുള്ളത്. ഒരാളൊരു ഉപദേശം നൽകുകയാണെങ്കിൽ ആ ഉപദേശം കേട്ടുകൊണ്ട് മുമ്പോട്ട് പോവരുത്. ആ ഉപദേശം നൽകിയ ആളുടെ ബാക്ക്ഗ്രൗണ്ട്, അത് ഏത് സമയത്താണ് ആ ഉപദേശം നൽകിയത്, ആ ഉപദേശത്തിലെ വരികൾ ഏതെല്ലാം സന്ദർഭത്തിൽ പ്രായോഗികമാക്കണം, അങ്ങനെ അനവധി കാര്യങ്ങൾ ഒരു ഉപദേശത്തിലുണ്ട്. ഇതേപോലെ ഒരു അനുഭവം വിവരിക്കുകയാണെങ്കിൽ മഹാത്മാഗാന്ധിയുടെ ഒരു അനുഭവം, വിവേകാനന്ദന്റെ ഒരു അനുഭവം, എബ്രഹാം ലിങ്കന്റെ ഒരു അനുഭവം, സോക്രട്ടീസിന്റെ ഒരു അനുഭവം, രമണ മഹർഷിയുടെ അനുഭവം, രാമകൃഷ്ണ പരമഹംസരുടെ അനുഭവം, ശങ്കരാചാര്യരുടെ അനുഭവം, ഇവര് വിവരിക്കുന്ന അനുഭവം വാക്കുകൾ ചേർന്ന, വരികൾ ചേർന്ന ഒരു വലിയ സന്ദേശത്തിന്റെ ആകത്തുക മാത്രമല്ല, അതിൻ്റെ പുറകില് ഉള്ള ഈ വ്യക്തികളുടെ വ്യക്തിത്വവും ജീവിതാനുഭവങ്ങളും കൂടി നമ്മൾ എടുത്താലേ നമുക്കത് പ്രയോജനപ്പെടുള്ളൂ. ഡോക്ടർ APJ അബ്ദുൽ കലാം നൽകുന്ന ഉപദേശം, അതേ ഉപദേശം ഞാൻ നൽകിയെന്ന് വിചാരിക്കുക, അത്ര ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. കാരണം ആ ഉപദേശം നൽകിയ വ്യക്തിയുടെ പുറകിലുള്ള വ്യക്തിത്വവും അനുഭവം പാഠവും പാരമ്പര്യവും ആ വാക്കുകൾക്ക് വില വളരെയേറെ കൂട്ടുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഏത് മന്ത്രം പഠിക്കുമ്പോഴും, ഏത് മന്ത്രം പഠിക്കുമ്പോഴല്ല ചൊല്ലുമ്പോഴും, ഏത് പ്രാർത്ഥന നമ്മൾ ആലപിക്കുമ്പോഴും, അല്ലെങ്കിൽ ഒരു അമ്പലത്തിലേക്ക് പോകുമ്പോഴും, അല്ലെങ്കിൽ കണ്ണടച്ചിരിക്കുമ്പോഴും, നമ്മുടെ മക്കളോട് സംസാരിക്കുമ്പോഴും
ഒരു പാട്ട് പാടുമ്പോഴും കേൾക്കുമ്പോഴും, ഒരു ഭജന ചൊല്ലുമ്പോഴും, ഒരു കഥ കേൾക്കുമ്പോഴും, അതുപോലെ ഒരു ഉപദേശം കേൾക്കുമ്പോഴും, ജീവിതാനുഭവങ്ങൾ കേൾക്കുമ്പോഴും കാണുമ്പോഴുമെല്ലാം ആ സന്ദേശമെടുക്കണം, വ്യക്തികളുടേതായിട്ടുള്ളത് എടുക്കണം. അത് അതിൻ്റെ പെരുമാറ്റം, വ്യക്തികളുടെ പെരുമാറ്റം എടുക്കണം. അത് എഴുതിയ ബാക്ക്ഗ്രൗണ്ട് എല്ലാം കൂടി എടുത്താലേ നമുക്ക് അതിൽ നിന്ന് പൂർണ്ണമായിട്ട് കിട്ടുള്ളൂ. ഉപരിപ്ലവമായിട്ട് നമ്മൾ പലതും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉൾക്കാഴ്ച കിട്ടില്ല. ഉപരിപ്ലവമായിട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉൾക്കാഴ്ച കിട്ടില്ല. ഉൾക്കാഴ്ച ലഭിക്കാൻ പാകത്തിന് കുറച്ച് സമയം ചെലവഴിച്ചാൽ പലപ്പോഴും മറ്റാരുടെയും സഹായമില്ലാതെ നമുക്ക് കുറേ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കും എന്ന് കൂടി അറിയുക. പ്രണാമം, നമസ്കാരം.